ഇനി നമ്മൾ പറയാൻ പോകുന്നത് മായൻ സിവിലൈസേഷൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മായൻസിൻ്റെ ആർട്ടിനെ കുറിച്ചിട്ടും അവരുടെ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുമാണ്. ആർക്കിടെക്ചറിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ മെനി സിറ്റീസ് സ്റ്റേറ്റ് ടു ബിൽറ്റ് ലാർജ് പാലസസ്, പിരമിഡ്സ് ആൻഡ് അതർ പബ്ലിക് ബിൽഡിങ്സ് ദാറ്റ് ആർ സ്റ്റിൽ സ്റ്റാൻഡിങ് ടുഡേ. മായൻ സിവിലൈസേഷനിലെ സിറ്റി സ്റ്റേറ്റുകൾ ലാർജ് പാലസസും പിരമിഡ്സും പബ്ലിക് ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ അത് ഇന്ന് വരെ അത് നിലനിൽക്കുന്നുണ്ട്. ദ ബിൽഡിങ്സ് were covered with carvings and statues to honor their god as well as to commemorate their kings. അവരുടെ കിങ്സിനെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഗോഡിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ ഒരുപാട് പ്രതിമകളും കൊത്തുപണികളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആർക്കിടെക്ചറിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് പിരമിഡ്സിനെയാണ്. ദേ ബിൽറ്റ് 2 ടൈപ്പ് ഓഫ് പിരമിഡ്സ്. 2 തരം പിരമിഡ്സ് ആണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോത്ത് ആർ സിമിലർ ഇൻ മെനി വേയ്സ്. അതായത് 2 പിരമിഡിലും സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. സിമിലാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈച്ച് ഹാഡ് ദ ഫെമിലിയർ പിരമിഡ് ഷെയ്ഡ്. ഇവ രണ്ടിനും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പിരമിഡിൻ്റെ ഷേപ്പാണുള്ളത്. They each had steep steps up the side that would allow someone to climb to the top. ഏറ്റവും മുകളിലോട്ട് കയറി പോവാൻ ഒരാൾക്ക് പറ്റുന്ന വിധത്തിലുള്ള സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് 2 പിരമിഡിലും അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് കയറാൻ കഴിയുന്ന വിധത്തിലുള്ള സ്റ്റെപ്പുകളാണ് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. They each were built to religious purposes and for the gods. ഈ 2 പിരമിഡും അവർ റിലീജിയസ് ആയിട്ടുള്ള പേർപ്പസിനും അവരുടെ ഗോഡിനും വേണ്ടിയിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ 2 പിരമിഡ് തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇവ തമ്മിൽ ഡിഫറൻസസും ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പിരമിഡ് ഹാഡ് എ ടെമ്പിൾ ഓൺ ദ ടോപ്പ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പിരമിഡിൽ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ടായിരിക്കും. ദേ ബിലീവ്ഡ് ഇറ്റ് വാസ് എ ക്ലോസസ്റ്റ് പ്ലേസ് ടു ഹെവൻ. സ്വർഗവുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ക്ലോസസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ടാണ് ഈ ഒരു ടെമ്പിളിന് അവരെന്താക്കുന്നത്, ആ ഒരു ഫ്ലാറ്റ് ഏരിയനെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് മെൻറ്റ് ടു ബി ക്ലൈംബ്ഡ് ബൈ ദ പ്രീസ്റ്റ് ടു മേക്ക് സാക്രിഫൈസസ് ടു ദ ഗോഡ്സ്. ഗോഡ്സിന് വേണ്ടിയിട്ട് സാക്രിഫൈസസ് നടത്താൻ കഴിയുന്ന വിധത്തിലായിരുന്നു അതിൻ്റെ സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പിലൂടെ പ്രീസ്റ്റിന് കയറാൻ കഴിയുമായിരുന്നു. The stair going up the sides of these pyramids were steep but not too steep for the priests to climb. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓവറായിട്ട് കുത്തനെയുള്ള സ്റ്റെപ്പുകളൊന്നും ആയിരുന്നില്ല ഈ ഫസ്റ്റ് പിരമിഡിന്. ഒരു പ്രീസ്റ്റിന് എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള സാക്രിഫൈസസും ഗോഡ്സിന് വേണ്ടിയിട്ടുള്ള സെറമണീസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള സ്റ്റെപ്പുകളാണ് ഫസ്റ്റ് പിരമിഡിൽ ഉണ്ടായിരുന്നത്. ആ പിരമിഡിൻ്റെ ടോപ്പിൽ ഒരു ഫ്ലാറ്റ് ഏരിയ ഉണ്ട്. അവിടെയാണ് അവർ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടെമ്പിളാണ് ക്ലോസസ്റ്റ് പ്ലേസ് ടു ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് പിരമിഡ് എന്ന് പറയുന്നത് വാസ് എ സാക്രഡ് പിരമിഡാണ്. സാക്രഡ് ആയിട്ടുള്ള ഒരു പിരമിഡാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പിരമിഡ്. ബിൽറ്റ് ടു എ ഗോഡ്. ഏതെങ്കിലും ഒരു ഗോഡിന്, അവരുടെ ഏതെങ്കിലും ഒരു ഗോഡിനായിട്ട് ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു സാക്രഡ് ആയിട്ടുള്ള പിരമിഡാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ദീസ് പിരമിഡ്സ് വേർ നോട്ട് ടു ബി ക്ലൈംബ്ഡ് ഓർ ടച്ച്ഡ് ബൈ ഹ്യൂമൻസ്. ഈ ഒരു പിരമിഡ് ഒരാൾക്ക് കയറാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരുന്നില്ല. ഒരു മനുഷ്യനും അത് തൊടാൻ കഴിയുന്ന വിധത്തിലുള്ളതും ആയിരുന്നില്ല. There were still steps going up the sides of these pyramids, but they were often too steep to climb without a lot of effort. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് പിരമിഡിൻ്റെ സൈഡിലൂടെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാവും. പക്ഷെ അത് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ആർക്കും അതിലൂടെ കയറാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പക്ഷെ വളരെ എഫേർട്ട് എടുത്തിട്ട് മാത്രമേ ഒരാൾക്ക് അതിൻ്റെ ടോപ്പിലെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു സാക്രഡ് പിരമിഡാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള പിരമിഡാണ് സെക്കൻഡ് പിരമിഡ് എന്ന് പറയുന്നത്. These pyramids were something built with secret doors, tunnels and traps. ഈ പിരമിഡിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ആയിട്ടുള്ള ഡോറുകളുണ്ട്, ടണ്ണൽസ്, തുരങ്കങ്ങളുണ്ട്, ആൻഡ് ട്രാപ്സ്, കെണികളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോഡിന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരാൾക്കും അതിലോട്ട് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെയർ ആണ് അവർ ഇതിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അതിൻ്റെ മുകളിലോട്ടോ ആ പിരമിഡിൻ്റെ ഉള്ളിലോട്ടോ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പിരമിഡിൻ്റെ ഉള്ളിൽ സീക്രട്ട് ആയിട്ടുള്ള ഡോറുകളും തുരങ്കങ്ങളും കെണികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പിരമിഡാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പിരമിഡ് എന്ന് പറയുന്നത്.
എ പിരമിഡ് ഹാഡ് എ ടെമ്പിൾ ഓൺ ദ ടോപ്പ് വേർ റൈസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പിരമിഡിൻ്റെ ടോപ്പിലായിട്ട് ടെമ്പിൾ ഉണ്ടാകും. ആ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള സെറിമണീസിൻ്റെ റിച്വൽസിൻ്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആ പിരമിഡിൻ്റെ ടോപ്പിലുള്ള ടെമ്പിൾ എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് ടെമ്പിൾ വെർ അപ്പോൺ ലോ പ്ലാറ്റ്ഫോം. ഇത് പഴയ കാലത്തുള്ള ടെമ്പിൾസിനൊക്കെ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം വളരെ കുറവായിരുന്നു. മോണുമെൻ്റൽ ആർട്ടിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്ലേസ് ആയിട്ടും ടെമ്പിൾ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടെമ്പിൾസ് റിംഗ് കണ്ടെയ്ൻഡ് ബിറ്റ്വീൻ 1 and 3 റൂംസ് ഡെഡിക്കേറ്റഡ് ടു ഡൈറ്റീസ്. ഓരോ ടെമ്പിളിലും കോവിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാകും. ആ പോർഷനിൽ 1 മുതൽ 3 വരെയുള്ള റൂംസുകൾ അവരുടെ ദൈവങ്ങൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ജനറൽ ഫ്രീ സ്റ്റാൻഡിംഗ് പിരമിഡ്സ് വേർ shrines ഹോണറിംഗ് പവർഫുൾ ആൻസെസ്റ്റേഴ്സ്. ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പിരമിഡ്സൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രക്കോവിൽ ഉണ്ടാവുമല്ലോ, അത് പ്രധാനമായിട്ടും അവരുടെ കിങ്സിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പവർഫുൾ ആയിട്ടുള്ള ആൻസെസ്റ്റേഴ്സിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രീ സ്റ്റാൻഡിംഗ് പിരമിഡിൽ അവർ കോവിലൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് യൂസ്ഡ് സെറിമോണിയൽ പ്ലാറ്റ്ഫോം. ഈ ഒരു കോവിൽ എന്ന് പറയുന്നത് സെറിമോണിയൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസ്ഡ് ഫോർ പബ്ലിക് സെറിമണീസ്, റിലീജിയസ് ഇവൻറ്റ്സ്, സാക്രിഫൈസസ് ആൻഡ് എക്സിബിറ്റ് ഹെഡ് ഓഫ് വിക്ടിംസ് ഓഫ് വാർ. നമ്മൾ പറഞ്ഞു പിരമിഡിൻ്റെ ടോപ്പിലുള്ള ടെമ്പിളിൽ പ്രധാനമായിട്ടും ഒരുപാട് പ്ലാറ്റ്ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു. ടെമ്പിൾ എന്ന് പറയുന്നത് അതായത് പബ്ലിക് ആയിട്ടുള്ള സെറിമണീസിൻ്റെയും റിലീജിയസ് ആയിട്ടുള്ള ഇവൻറ്റ്സിൻ്റെയും സാക്രിഫൈസസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ്. മാത്രമല്ല അവർ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന വിക്ടിംസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടെമ്പിൾ പ്ലാറ്റ്ഫോമിലാണ്. മായൻ ഡിസ്പ്ലേഡ് ഹെഡ് ഓഫ് ടീം ദാറ്റ് ലോസ് അറ്റ് ദ ബോൾ ഗെയിം. അവരുടെ മേജർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ബോൾ കോട്ട് ഗെയിം എന്ന് പറയുന്നത്. ഒരു റബ്ബർ ബോൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ഈ ഒരു ഗെയിമിൽ തോൽക്കുന്ന ടീംസിൻ്റെ ഹെഡിനെയും അവരെന്താക്കിയിട്ടുണ്ട്, ഈ പിരമിഡിൻ്റെ ടോപ്പിലുള്ള ടെമ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അവരുടെ ഫേമസ് ആയിട്ടുള്ള പിരമിഡ്സുകൾ പറയാം. ഒന്നാമതായിട്ട് വരുന്നത് എൽ കാസ്റ്റിലോ എന്ന് പറയുന്ന ഒരു പിരമിഡാണ്. അത് ഗോഡ് കുഗുൽക്കന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സിറ്റി ഓഫ് ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന സിറ്റിയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന സിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റൂയിനായി കൊണ്ടിരിക്കുന്ന ഒരു സിറ്റി സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു പിരമിഡിൽ 91 സ്റ്റെപ്പാണ് ഉള്ളത്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു ടെമ്പിൾ അറ്റ് ടിക്കൽ എന്ന് പറയുന്നതും മറ്റൊരു തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ലാ ഡാൻഡ എന്ന് പറയുന്നതാണ് മൂന്നാമത്. നൊഹക് മുൽ എന്ന് പറയുന്ന മറ്റൊരു പിരമിഡ് ഉണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ പിരമിഡ് എന്ന് പറയുന്നത്. ഇത് 4 എൽ കാസ്റ്റിലോ, ടെമ്പിൾ അറ്റ് ടിക്കൽ, മൂന്നാമത് ലാ ദാന്ത, നാലാമത് നൊഹക് മുൽ എന്ന് പറയുന്ന 4 പിരമിഡ്സ് ആണ് ഫേമസ് ആയിട്ടുള്ളത്. മായൻസിൻ്റെ ആർക്കിടെക്ചറിൽ നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള പിരമിഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മറ്റൊരു കൺസ്ട്രക്ഷനാണ് പാലസസ് എന്ന് പറയുന്നത്. മൾട്ടി റൂംസ് കൺസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പാലസസ് എന്ന് പറയുന്നത്. The term acropolis in a Mayan context, palaces and acropolis are very essentially elite residential compounds. Palaces are usually arranged one or more courtyard. പ്രധാനമായിട്ടും പാലസസിന് ഒന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള കോർട്ട്യാർഡുകൾ ഉണ്ടായിരുന്നു. ഡെക്കറേറ്റഡ് വിത്ത് സ്കൾപ്ചർ ആയിരുന്നു. പ്രതിമകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. മായൻസ് ഹാവ് എ ലാർജ് പാലസസ് ഇൻസൈഡ് ദ സിറ്റി ഫോർ ദെയർ കിങ്സ് ആൻഡ് റോയൽ ഫാമിലി. കിങ്സിന് വേണ്ടിയിട്ടും അവരുടെ റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ടും സിറ്റിക്കുള്ളിൽ വലിയ പാലസസൊക്കെ ഈ മായൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പാലസാണ് പാലൻക്യൂ എന്ന് പറയുന്നത്. പകൽ എന്ന് പറയുന്ന ഒരു കിങ് ആണ് അത് ബിൽട്ട് ചെയ്തിട്ടുള്ളത്. പാലൻക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് സിറ്റി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് എ ലാർജ് കോംപ്ലക്സ് ഓഫ് മെനി ബിൽഡിങ്സ് ആൻഡ് കോർട്ട്യാർഡ്സ് ഇൻക്ലൂഡിങ് എ ടോൾ ടവർ ദാറ്റ് ലുക്ക്ഡ് ഓവർ ദ സിറ്റി. അതായത് ഒരു ലാർജ് കോംപ്ലക്സ് ആണ്, ഒരുപാട് ബിൽഡിങ്ങുകളുള്ള ഒരു ലാർജ് കോംപ്ലക്സ് ആണ് പാലസസ് എന്ന് പറയുന്നത്. ഒരുപാട് കോർട്ട്യാർഡ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ കോർട്ട്യാർഡ് ഉണ്ടായിരിക്കും. ഇൻക്ലൂഡിങ് ഒരു ടോൾ ടവർ ഉണ്ടായിരിക്കും. അത് ഒരു സിറ്റിയെ മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ടോൾ ടവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലസിൽ ഒരു ടോൾ ടവർ ഉണ്ടായിരിക്കും.
ഒന്നിൽ കൂടുതൽ കോർട്ട്യാർഡ് ഉണ്ടായിരിക്കും, കുറേ ബിൽഡിങ്സുകളും റൂംസുകളും ഉണ്ടായിരിക്കും. ഇറ്റ് വാസ് കവേർഡ് വിത്ത് കളർഫുൾ ഹൈറോഗ്ലിഫിക്സ് ആൻഡ് കാർവിങ്സ് ഓഫ് ദ കിങ്സ് ആൻഡ് ഹിസ് ഫാമിലി. കിങ്സിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർവിങ്സും ഹൈറോഗ്ലിഫിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ട് അവരുടെ ഈ ഒരു പാലസസ് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കളർഫുള്ളായിട്ട്. ദെൻ മയൻസിൻ്റെ മറ്റൊരു ആർക്കിടെക്ചറാണ് ബോൾ കോട്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഒരു മേജർ ഗെയിമാണ് ബോൾ ഗെയിം എന്ന് പറയുന്നത്. ഈ ബോൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവർ ബോൾ കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡും വലിയ സ്റ്റോണൊക്കെയാണ് അവർ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് സൈഡിലും വലിയ സ്റ്റോൺ അവർ ചെരിവിലാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചെരിച്ചുകൊണ്ട് രണ്ട് സൈഡിലും അവരുണ്ടാക്കിയിരുന്നു. ബോൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണത്. ചിലയിടത്ത് നോക്കുമ്പോൾ ഇത് ചില ടെമ്പിളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ ഒരു ബോൾ കോട്ട് എന്ന് പറയുന്നത്. ജൈൻ്റ് ആയിട്ടുള്ള സ്റ്റോണൊക്കെയാണ് ഇതിൻ്റെ വാൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ മറ്റൊരു സ്ട്രക്ചറാണ് ഹേ ഹട്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കോമണേഴ്സിൻ്റെ വീടുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രക്ചറിലാണ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് സ്ട്രക്ചർ ഫോർ മൈൻസ്, മോസ്റ്റ് ആർ ലൈവ്ഡ് ഇൻ ഇറ്റ്. ദേ മെയ്ഡ് വാൾസ് വിത്ത് മഡ് ആൻഡ് സ്റ്റോൺ അറൗണ്ട് ഹട്ട്സ്. പ്രധാനമായിട്ടും സ്റ്റോൺ ഉപയോഗിച്ച് കൊണ്ടിട്ടും ചെളി ഉപയോഗിച്ച് കൊണ്ടിട്ടുമാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദേ സ്റ്റുഡ് അപ്പ് ബൈ വുഡൻ പോൾസ്. ദെൻ വുഡൻ പോൾസും അവർ ഈ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മായൻ ബിൽഡ് ബിഗ് ബിൽഡിങ്സ്. സ്റ്റോൺ വാസ് ദി ലോക്കലി അവൈലബിൾ റിസോഴ്സസ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളൊരു റിസോഴ്സ് ആയിരുന്നു സ്റ്റോൺ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് അവർ വലിയ രീതിയിലുള്ള ബിൽഡിങ്സ് ഒക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. ഇറ്റ് യൂസ്ഡ് ടു കൺസ്ട്രക്ഷൻ. ഇറ്റ് എഫക്റ്റഡ് ബിൽഡിംഗ് സ്റ്റൈൽസ്. അപ്പം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അല്ലേ സ്റ്റോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാലക്രമേണ ആ ഒരു ബിൽഡിങ്ങിന് എന്തായിരിക്കും, തകരാറുകൾ സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ലൈം സ്റ്റോൺ അവൈലബിൾ ഇൻ അബ്രോഡ് ഓഫ് മായൻ ഏരിയ. മായൻ ഏരിയയിലോട്ടുള്ള ലൈം സ്റ്റോൺ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് വിദേശത്ത് നിന്നായിരുന്നു, പുറത്ത് നിന്നായിരുന്നു. സം ഹട്ട് ആൻഡ് ടെമ്പിൾ മെയ്ഡ് ബൈ വുഡൻ പോൾസ്. വുഡൻ പോൾസ് ഉപയോഗിച്ചു കൊണ്ടായിരുന്നു ചില ടെമ്പിൾസും അതേപോലെ തന്നെ കോമണേഴ്സിൻ്റെ കുടിലുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ആർക്കിടെക്ചറിൽ പിരമിഡ്സ് നമ്മൾ പറഞ്ഞു, അവരുടെ ബോൾ കോട്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഹേ ഹട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ പാലസസിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. പിരമിഡ്സിനെ കുറിച്ച് പറഞ്ഞു ആർക്കിടെക്ചറിൽ, പാലസസ് പറഞ്ഞു, അവരുടെ ബോൾ കോട്ട് പറഞ്ഞു, അവരുടെ ഹേ ഹട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ആർട്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ മായൻസ് എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മായ ക്രിയേറ്റഡ് മെനി വർക്ക്സ് ഓഫ് ആർട്ട്. ദ ആർട്ട് ഓഫ് മായ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദയർ റീജിയൻ ആസ് വെൽ ആസ് അതർ കൾച്ചേഴ്സ് സച്ച് ആസ് ദ ഓൾമെക്സ് ആൻഡ് ടോൾടെക്സ്. ഓൾമെക്സ് എന്ന് പറയുന്നതും ടോൾടെക്സ് എന്ന് പറയുന്നതും ഒരു കൾച്ചറാണ്. പ്രധാനമായിട്ടും ഇവരെ ഈ മായൻസിൻ്റെ ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൾച്ചറിന് മായൻസിൻ്റെ ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ മായൻസിൻ്റെ റീജിയനെയും ഇവരുടെ ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. The subjects of their artwork was the Mayan kings who wanted to make sure they were remembered throughout history. അതായത് ചരിത്രത്തിലുടനീളം അവരുടെ കിങ്സിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ കിങ്സിനെ ഹിസ്റ്ററിയിലുടനീളം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളായിരുന്നു ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആർട്ടിൽ വരുന്ന മറ്റൊരിതാണ് സ്കൾപ്ചർ എന്ന് പറയുന്നത്. മായ ഹാഡ് മോസ്റ്റ് ഫേമസ് ഫോർ ദെയർ വർക്ക് ഇൻ സ്റ്റോൺ. ദേ ബിൽട്ട് മെനി മൊണുമെൻ്റൽ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിങ് ടോൾ പിരമിഡ്സ് ആൻഡ് പാലസസ്. സ്റ്റോൺ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു, സ്റ്റോൺ എന്ന് വെച്ചാൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പിരമിഡ്സും പാലസസും അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കൾപ്ചറാണ് സ്റ്റെല എന്ന് പറയുന്നത്. സ്റ്റെല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റെല വാസ് എ ലാർജ് ടോൾ സ്റ്റോൺ സ്ലാബ് കവേർഡ് വിത്ത് കാർവിങ്സ് ആൻഡ് റൈറ്റിംഗ്. അവരുടെ റൈറ്റിംഗ് കൊണ്ടും അവരുടെ കൊത്തുപണികൾ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കവേർഡ് ചെയ്തിട്ടുള്ള ഒരു ലാർജ് ടോൾ സ്റ്റോണിൻ്റെ ഒരു സ്ലാബാണ് സ്റ്റെല എന്ന് പറയുന്നത്. ദ സ്റ്റെല വാസ് പോപ്പുലർ ഡ്യൂറിങ് ദ ക്ലാസിക് പീരിയഡ്. ക്ലാസിക് പീരിയഡിലാണ് മോസ്റ്റ് ആയിട്ടും ഇത് ഫേമസ് ആയിട്ടുള്ളത്. ക്ലാസിക് പീരിയഡിലാണ്.
ഇറ്റ്സ് ബിൽറ്റ് ഫോർ ഹോണർ ഓഫ് ദെയർ കിങ്സ്. അവരുടെ കിങ്സിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള സ്കൾപ്ചറായിട്ടുള്ള സ്റ്റെല ഒക്കെ ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെല വേർ ഓഫ്റ്റൻ ലൊക്കേറ്റഡ് നിയർ അൾത്താസ്. പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോണ്, ലാർജ് സ്റ്റോണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അൾത്താര ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തായിരിക്കും ഈ ഒരു സ്റ്റെല ലൊക്കേറ്റ് ചെയ്യുന്നത്. ക്ലാസിക് പീരീഡിലാണ് ഇത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റെല എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു ടോൾ ലാർജ് സ്റ്റോണാണ്, സ്ലാബ് പോലത്തെ. അതിൽ അവരുടെ റൈറ്റിങ്സും കാർവിങ്സും ഒക്കെ ഉൾപ്പെടുത്തി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോണാണ്. അവരുടെ കിങ്സിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. കാർവിങ്സ് എന്ന് പറയുന്നത് മായൻസിൻ്റെ മറ്റൊരു ആർട്ടിൻ്റെ ഫോമാണ്. മായ ഓൾസോ ക്രിയേറ്റഡ് ഡീറ്റെയിൽഡ് കാർവിങ്സ് ഇൻ അതർ മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ് ആൻഡ് ജെയ്ഡ്. വുഡിലും ജെയ്ഡ് എന്ന് പറയുന്ന സ്റ്റോണിലും അവർ കാർവിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫ്യൂ വുഡ് കാർവിങ്സ് ആർ സർവൈവ്ഡ്. അതായത് വുഡ് കാർവിങ്സ് ഒക്കെ എന്താണ്, കാലക്രമേണ നശിച്ചു പോകും. അപ്പോൾ കുറച്ച് വുഡ് കാർവിങ്സ് മാത്രമാണ് സർവൈവ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായിട്ടും അവർ ഈ കാർവിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് ജെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോണിലും അതേപോലെ വുഡിലും ആയിരുന്നു. അതായിരുന്നു കാർവിങ്സിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മറ്റൊരു ഫോമാണ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ദ മായ പെയിൻറ്റഡ് മ്യൂറൽസ് ഓൺ ദ വാൾസ് ഓഫ് ദെയർ ബിൽഡിങ്സ് ഇൻക്ലൂഡിങ് ദെയർ ഹൗസസ്, ടെമ്പിൾസ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ്. പബ്ലിക് ബിൽഡിങ്സിലും ടെമ്പിൾസിലും അവരുടെ വീടുകളിലും അതേപോലെ തന്നെ മറ്റുള്ള ബിൽഡിങ്സിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. The subjects of the mural painting widely including scenes from daily life, mythology, battles and religious ceremonies. അപ്പം ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡെയിലി ലൈഫിൽ നിന്നുള്ള ഒരു സീനോ അല്ലെങ്കിൽ മിത്തോളജിയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാറ്റിൽസോ റിലീജിയസ് സെറിമണീസോ ഒക്കെ ആയിരുന്നു ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ഹൈ ഹ്യൂമിഡിറ്റി ഓഫ് ദ റീജിയൺ ഫ്യൂ ഓഫ് ദ മ്യൂറൽസ് ആർ സർവൈവ്ഡ്. അപ്പം ഈ ഒരു അമേരിക്ക എന്ന് പറയുന്നത് ഉയർന്ന ഈർപ്പമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ എന്താണ്, മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ ചിലത് മാത്രമാണ് സർവൈവ് ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദെൻ സെറാമിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്ട് ഫോമാണ്. ദേ ക്രിയേറ്റഡ് പോട്ടറി വിതൗട്ട് ദ യൂസ് ഓഫ് പോട്ടേഴ്സ് വീൽ. അവരെന്ത് ചെയ്തിട്ടുണ്ട്, സാധാരണ പോട്ടറി മേക്കിങ്ങിനൊക്കെ പോട്ടേഴ്സ് വീൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പോട്ടേഴ്സ് വീൽ ഇല്ലാണ്ട് തന്നെ അവർ പോട്ടറി മേക്കിംഗ് ഒക്കെ അവർക്കറിയാമായിരുന്നു. ദേ ഡെക്കറേറ്റഡ് പോട്ടറി വിത്ത് എലാബൊറേറ്റഡ് ഡിസൈൻസ് ആൻഡ് സീൻസ്. വിപുലമായിട്ടുള്ള ഡിസൈൻസ് ഉപയോഗിച്ചുകൊണ്ടും സീൻസ് ഉപയോഗിച്ചുകൊണ്ടും അവർ ഇത്തരത്തിലുള്ള പോട്ടറീസ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അവരുടെ അർബൻ ഡിസൈൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. സിറ്റീസ് വേർ നോട്ട് ഫോർമലി പ്ലാൻഡ്. അവരുടെ സിറ്റി എന്ന് പറയുന്നത് ഫോർമലി പ്ലാൻഡ് ആയിരുന്നില്ല. സബ്ജക്റ്റ് ടു ഇറഗുലർ എക്സ്പാൻഷൻ വിത്ത് ഹെഫൈസ്ഡ് അഡീഷൻ ഓഫ് പാലസസ്, ടെമ്പിൾസ് ആൻഡ് അതർ ബിൽഡിങ്സ്. മോസ്റ്റ് മായ സിറ്റീസ് ടെൻഡഡ് ടു ഗ്രോ ഔട്ട്വാർഡ്സ് ഫ്രം ദ കോർ. ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള സിറ്റിയുടെ വളർച്ചയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കോറിൽ നിന്നും ഔട്ട്വാർഡ്സിലോട്ടുള്ള ഒരു വളർച്ചയാണ് അവരുടെ സിറ്റിക്ക് ഉണ്ടായിരുന്നത്. മായൻ സിറ്റീസ് ഹാഡ് എ സെറിമോണിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ. മായൻ സിറ്റീസിൽ ഒരു സെറിമോണിയൽ ആയിട്ടുള്ള സെൻറ്ററും ഉണ്ടായിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സെൻറ്ററും ഉണ്ടായിട്ടുണ്ട്. സറൗണ്ടഡ് ബൈ വാസ്റ്റ് ഇറഗുലർ സ്പ്രോൾ ഓഫ് റെസിഡൻഷ്യൽ കോംപ്ലക്സ്. സെൻറ്റർ ഓഫ് ഓൾ മായ സിറ്റീസ് ഫീച്ചേർഡ് സാക്രഡ് പെർസിങ്സ്. എല്ലാ മായൻ സിറ്റീസിൻ്റെ ഒരു സെൻറ്ററിലും ഒരു സാക്രഡ് ആയിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടായിരിക്കും. ഇറ്റ് സെപ്പറേറ്റഡ് ബൈ വാൾസ്. ഈ ഒരു സാക്രഡ് ആയിട്ടുള്ള പ്രദേശം വാൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിരിക്കും. പെർസിങ്സ് കണ്ടെയ്ൻഡ് പിരമിഡ്സ്, ടെമ്പിൾസ്, ആർക്കിടെക്ചർ ഡെഡിക്കേറ്റഡ് ടു എലൈറ്റ് ആക്ടിവിറ്റീസ്. എലൈറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ ആകാം പെർസിങ്സ്, സാക്രഡ് ആയിട്ടുള്ള പെർസിങ്സ് എന്ന് പറയുന്നത്. ടെമ്പിൾസ് ആകാം അല്ലെങ്കിൽ പിരമിഡ്സ് ആകാം, ഇതൊക്കെ ആകാം സാക്രഡ് ആയിട്ടുള്ള ഒരു പെർസിങ്സ് എന്ന് പറയുന്നത്. സ്കൾപ്ചേർഡ് മോണുമെൻറ്റ്സ് വേർ റൈസ്ഡ് ടു റെക്കോർഡ് ദ ഡീഡ്സ് ഓഫ് ദ റൂളിംഗ് ഡൈനാസ്റ്റി. റൂൾ ചെയ്യുന്ന ഡൈനാസ്റ്റിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു മോണുമെൻറ്റ്സും അവരെന്തായിരുന്നു, സ്കൾപ്ചർ പ്രതിമ രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂൾ ചെയ്യുന്ന ഡൈനാസ്റ്റിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവർ കാർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അവരുടെ സിറ്റി സെൻറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. സാക്രഡ് ആയിട്ടുള്ള ഒരു ബോൾ കോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ബിൽഡിങ്സുകൾ ഉണ്ടായിരുന്നു മാർക്കറ്റിന് വേണ്ടിയിട്ട്, സ്കൂളുകൾ ഉണ്ടായിരുന്നു, റോഡ് ലിങ്ക്ഡ് ടു ഔട്ട്ലൈങ് ഏരിയ ഓഫ് സിറ്റി, അതായത് പുറത്തുള്ള ഏരിയയുമായിട്ട് റോഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇറ്റ് ഈസ് ഏർലി ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെയ്ഡ് റോഡ്സ്, അതായത് മോഡേൺ ടൈപ്പ് റോഡ്സ് ആയിരുന്നില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാൻലി ലേബേർഡ് ആയിട്ടുള്ള റോഡ്സാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂസ്ഡ് ടു പ്രാക്ടിക്കൽ ആൻഡ് റിച്വൽ ഫങ്ഷൻസ്, ഇത് പ്രാക്ടിക്കലും റിച്വൽസുമായിട്ടുള്ള ഫങ്ഷൻസിനാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എലൈറ്റ് റെസിഡൻഷ്യൽ കോംപ്ലക്സസ് ഒക്കുപ്പൈഡ് ദ ബെസ്റ്റ് ലാൻഡ് അറൗണ്ട് ദ സിറ്റി സെൻറ്റർ. എലൈറ്റ് റെസിഡൻഷ്യൽ കോംപ്ലക്സസ് എന്ന് വെച്ചാൽ ഇവരെന്താക്കി ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ലാൻഡ് അറൗണ്ട് ദ സിറ്റി സെൻറ്റർ. സിറ്റി സെൻറ്ററിൻ്റെ ബെസ്റ്റ് ലാൻഡ് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത് എലൈറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. കോമണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻസസ് ഇൻ എവേ ഫ്രം ദ സെറിമോണിയൽ സെൻറ്റർ. സെറിമോണിയൽ സെൻറ്ററിൽ നിന്നും ഒരുപാട് ദൂരെയാണ് കോമണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഓഫ് സ്റ്റോൺ പ്ലാറ്റ്ഫോംസ് ടു റൈസ് ഫ്രം ലെവൽ ഓഫ് റെയിൻ സീസൺ ഫ്ലഡ് വാട്ടർ. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റോൺ ഉപയോഗിച്ച് കൊണ്ടിട്ട് അവർ പിരമിഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ടോപ്പിൽ ടെമ്പിൾ ഉണ്ട്. ഇത്രയും ഉയരത്തിലും സ്റ്റെയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടെമ്പിൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം വരുമ്പോഴൊക്കെ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇത്തരം രീതിയിലുള്ള പിരമിഡും ടെമ്പിൾസും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മായൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്നാണ്. പ്രധാനമായിട്ടും എന്താണ് 3 സിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഊക്സ്മൽ സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ആൻഷ്യൻ്റ് മായൻ സിറ്റിയാണ് ക്ലാസിക്കൽ പീരീഡിൽ മെക്സിക്കോയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദ എക്സിസ്റ്റിംഗ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് മായൻ കൾച്ചറാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് റീജിയൻസ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ. ഇറ്റ് ബീൻ ഡിസൈൻഡ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. യുനെസ്കോൻ്റെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഈ ഒരു ഉക്സ്മൽ സിറ്റി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ പീരിയഡിലുള്ള ഒരു ആൻഷ്യൻ്റ് മായൻ സിറ്റിയാണ്. പിന്നെ മെക്സിക്കോയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സൈറ്റാണ് മായൻസിൻ്റെ സിവിലൈസേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ. നെക്സ്റ്റ് വരുന്നത് ടിക്കൽ എന്ന് പറയുന്ന സിറ്റിയാണ്. നമ്മൾ പറഞ്ഞത് ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു റൂയിൻ ആയിട്ടുള്ള. റൂയിൻ ഓഫ് ആൻ ആൻഷ്യൻ്റ് സിറ്റിയാണ്. ഇറ്റ് കോൾഡ് യാക്സ് മുത്തൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഫൗണ്ട് ഇൻ എ റെയിൻ ഫോറസ്റ്റ് ഇൻ ഗോട്ടിമല. പ്രധാനമായിട്ടും ഗോട്ടിമലയിൽ ഒരു റെയിൻ ഫോറസ്റ്റിലാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ബിക്കെയിം വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സിറ്റി ആയിരുന്നു. പവർഫുൾ സിറ്റി സ്റ്റേറ്റസ് ഓഫ് ആൻഷ്യൻ്റ് മായാസ്. ആൻഷ്യൻ്റ് മായാസിൻ്റെ പവർഫുൾ സിറ്റി സ്റ്റേറ്റസ് ആയിരുന്നു ക്ലാസിക്കൽ പീരിയഡിലെ ടിക്കൽ സിറ്റി എന്ന് പറയുന്നത്. കണ്ടെയ്ൻസ് 6 ലാർജ് പിരമിഡ്സ്. ഈ ഒരു ടിക്കൽ സിറ്റിയിൽ 6 വലിയ രീതിയിലുള്ള പിരമിഡ്സ് തന്നെ ഉണ്ടായിരുന്നു. ടോളസ്റ്റ് ആയിട്ടുള്ള പിരമിഡാണ് ടെമ്പിൾ 5th എന്ന് പറയുന്നത്. അടുത്ത സിറ്റിയാണ് ടിയോട്ടിയൂക്കാൻ എന്ന് പറയുന്നത്. ആൻഷ്യൻ്റ് മിസോ അമേരിക്കൻ സിറ്റിയാണ്. സിറ്റി ഗ്രൂ ബൈ കണക്ഷൻസ്, ഗ്രേറ്റ് പ്ലാസാസ് വിത്ത് ന്യൂമറസ് പ്ലാറ്റ്ഫോം. എക്സാമ്പിൾ പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് ഓഫ് സൺ ഉണ്ട്, പിരമിഡ് ഓഫ് മൂൺ ഉണ്ട്. ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ലൊക്കേറ്റഡ് വാലി ഓഫ് മെക്സിക്കോ. മെക്സിക്കൻ വാലിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദർ ആർ ഹാഡ് ട്രേഡ് ആൻഡ് പൊളിറ്റിക്സ് ഡ്യൂറിങ് ദ ക്ലാസിക് പീരിയഡ്. ക്ലാസിക് പീരിയഡിൽ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? പൊളിറ്റിക്സ് ഉണ്ടായിട്ടുണ്ട്, ട്രേഡും ഉണ്ടായിട്ടുണ്ട്. ദെൻ മറ്റ് സിറ്റീസാണ് കരാക്കോൾ, ചിച്ചൻ ഇറ്റ്സ, കോബ, തുളും, മയാപ്പൻ, കബ, പാലൻക്യൂ എന്ന് പറയുന്ന സിറ്റീസൊക്കെ മറ്റു സിറ്റികളാണ്. ഈ പാലൻക്യൂ എന്ന് പറയുന്നത് റെഡ് സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് ഉക്സ്മൽ സിറ്റി, ടിക്കൽ സിറ്റി, ടിയോട്ടിയൂക്കാൻ സിറ്റി, ദെൻ കരാക്കോള്, ചിച്ചൻ ഇറ്റ്സ, കോബ, തുളും, മയാപ്പൻ, കബ, പാലൻക്യൂ ഇതൊക്കെയാണ് മായൻ സിവിലൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റികളായിട്ട് നമുക്ക് പറയാനുള്ള. ഇനി നമുക്ക് അവരുടെ ഡിക്ലൈനിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. മായൻസിൻ്റെ ഡിക്ലൈനിങ് എങ്ങനെയായിരുന്നു എന്നാണ് പറയാനുള്ളത്. ദർ ആർ മെനി എക്സ്പ്ലനേഷൻ ഓഫേർഡ് ബൈ സ്കോളേഴ്സ് അബൌട്ട് ഡിക്ലൈൻ ഓഫ് മായാസ്. മായാസിൻ്റെ ഡിക്ലൈനുമായി ബന്ധപ്പെട്ട് സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. Some scholars argued that an epidemic such as malaria or yellow fever, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ഒരു സിവിലൈസേഷൻ്റെ ഡിക്ലൈനിങ്ങിന് കാരണമായിട്ടുള്ളതെന്നാണ് ഒരു ഭാഗം സ്കോളേഴ്സ് പറയുന്നത്. Then other scholars argued that social consequences of some calamities such as drought, earthquake, അതായത് ഭൂകമ്പം, ഡ്രോട്ട്, വരൾച്ച തുടങ്ങിയവ ഉണ്ടായതുകൊണ്ടാണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള കലാമിറ്റി ആയിട്ടുള്ള ഭൂകമ്പവും അതേപോലെ തന്നെ വരൾച്ചയും ഉണ്ടായതുകൊണ്ടാണ് ഇത് ഡിക്ലൈൻ ആവുന്നതെന്നാണ് ഒരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നത്.
മറ്റൊരു വിഭാഗം അഗ്രികൾച്ചറൽ കൊളാപ്സസ് ആണ് ഇതിൻ്റെ ഡിക്ലൈനിങ്ങിന് കാരണം എന്ന് പറയുന്നുണ്ട്. പെസൻ അപ്രൈസിങ്സും ഇൻവെൻഷൻ ബൈ ദ മെക്സിക്കൻസും ഇതാണ് മറ്റൊരു കാരണമായിട്ട് സ്കോളേഴ്സ് പറയുന്നത്. ദെൻ ഫുഡ് ഷോർട്ടേജ് എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റും ചില സ്കോളേഴ്സ് മുന്നിലോട്ട് വെക്കുന്നുണ്ട്. ഫുഡ് ഷോർട്ടേജിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ആർക്കിയോളജിക്കൽ സൈറ്റ് ഒക്കെ ഉണ്ട്. ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി എന്താണ് കോമണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്കെലറ്റേൺ ആയിരുന്നു. ആ സ്കെലറ്റേണിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റണ്ടഡ് ഗ്രോത്ത്, കാർവി, അനീമിയ, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള ഇതുകൊണ്ടായിരിക്കാം ഫുഡ് ഷോർട്ടേജ് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരം രോഗങ്ങൾ വന്നിട്ടുണ്ടായത്. അങ്ങനെയായിരിക്കാം ഇവരുടെ ഡിക്ലൈനിങ്ങിന് സംഭവിച്ചിട്ടുണ്ടായതെന്ന് ചില സ്കോളേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ആർഗ്യുമെൻ്റ് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പറയുന്നതാണ് സ്പാനിഷ് കോൺകസ്റ്റഡോർ ആയിട്ടുള്ള ഹെർനാണ്ടസ് ഡി കോർഡോബയുടെ കോൺകസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മായൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആവുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങളുണ്ട് മായൻസിൻ്റെ ഡിക്ലൈനിങ്ങിൻ്റെ പിന്നിൽ. പക്ഷേ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഡിബേറ്റബിൾ ആണ്. സോ മായൻ സിവിലൈസേഷനെ കുറിച്ചുള്ള ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.